പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. വേഗം വരുന്നതിനാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇപ്രകാരം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. കർത്താവ് സകലവും നന്മയ്ക്കായി ചെയ്തു തരുന്നു. കർത്താവ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപിപ്പിക്കുന്നു. പിൻശേജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കഴിവും വിവേകവും ഒരു ജ്ഞാനവും ഇല്ലാത്ത ദൈവം തൻ്റെ ശിഷ്യന്മാരെയായിരുന്നു ലോകമെമ്പാട് സുവിശേഷം അറിയിക്കാനും ഇന്ന് നമ്മൾ വായിക്കുന്ന ബൈബിള് ഒക്കെ എഴുതി വെക്കാനും വേണ്ടിയിട്ട് അവരെയായിരുന്നു ദൈവം എടുത്തുപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു യോഗ്യതയും പറയാനില്ല, യോഗ്യത ഒന്നും ഇല്ലാത്ത എന്നെയും ഇതുപോലെ ഇപ്രകാരമായിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വൻ കൃപ. അതല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും പറയുവാനില്ല. കർത്താവ് ചെയ്ത നന്മയല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. ഇപ്രകാരം ഈ സന്ധ്യാസമയത്ത് നിങ്ങളുടെ കൂടെ വചനവുമായി ആയിരിക്കാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആമേൻ. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഏതാണ്ട് തന്റെ ക്രൂശീകരണത്തിന്റെ അവസാന ദിവസങ്ങളോട് അടുക്കുമ്പോൾ ഒലിവുമലയിൽ ഇരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു എൻ്റെ അടുത്ത് ശിഷ്യന്മാർ എന്നിട്ട് പറയുന്ന ഒരു ഭാഗമാണ്, ലോകാവസാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ലോകാവസാനം എന്താണെന്നും അതെപ്പോ സംഭവിക്കുമെന്നും കാണാൻ ആ കാലത്ത് ശിഷ്യന്മാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മൾക്കും ലോകത്തിന്റെ ഇന്നത്തെ പോക്ക് വെച്ചിട്ട് അതിന്റെ അവസാനം എന്താണ്, അതെങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ അന്ത്യം എവിടെ പോയി നിൽക്കും, ഇത് കാണാൻ നമുക്കും ഒരു ആഗ്രഹമുണ്ട്. അന്നത്തെ കാലത്ത് ശിഷ്യന്മാര് യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിനോട് സംസാരിക്കുന്നു, ലോകത്തിന്റെ അവസാനം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞു തരണം, അതെപ്പോ വരും, അതെങ്ങനെ വരും എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് യേശു സംസാരിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തരിച്ചവന്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിലും അടയാളം എന്തു എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. യേശുക്രിസ്തുവിന്റെ അടുത്ത് എന്നിട്ട് ശിഷ്യന്മാർ അപേക്ഷിക്കുകയാണ്, അത് എപ്പോ സംഭവിക്കും, നിന്റെ രണ്ടാമത്തെ വരവ് എന്താണ് എന്ന് യേശുക്രിസ്തുവിന്റെ അടുത്ത് നിന്ന് ശിഷ്യന്മാർ ചോദിക്കുന്ന സമയത്ത് 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേർ എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഒന്നാമത്തെ കാര്യമായിട്ട് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ വന്ന് ആരെങ്കിലും നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിച്ചാൽ അറിഞ്ഞുകൊള്ളുവീൻ, അന്ത്യനാളിനോട് നിങ്ങൾ അടുത്തു. ഒന്നാമത്തെ ഉദാഹരണം യേശു അവിടെ പറയുന്ന ഇതാണ്, എൻ്റെ പേര് ആരെങ്കിലും വന്ന് നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിച്ചാൽ. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കർത്താവിന്റെ വരവ് നമ്മുടെ പടിവാതിൽക്ക് എത്തി നിൽക്കുക. കാരണം യേശുവിന്റെ നാമം പറഞ്ഞ് നമ്മളെ പലരെയും തെറ്റിക്കത്തക്ക രീതിയിൽ പല ആൾക്കാരും യേശുവിന്റെ നാമം പറഞ്ഞ് അതിപ്പോൾ സംഭവിക്കും, അത് അവിടെ സംഭവിക്കും, അത് ഇവിടെ സംഭവിക്കും, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് അത് എടുത്തുപയോഗിക്കുന്നത് വ്യക്തമായ കാര്യങ്ങൾ കൊണ്ടല്ല. അവര് വചനം പറയുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, പുറത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു അവരുടെ സ്വന്തം വയറിന് വേണ്ടിയിട്ടാണ് അത് പലതും ചെയ്യുന്നത്. യേശുവിന്റെ നാമത്തിലല്ല ചെയ്യുന്നത്. ശിഷ്യന്മാർ യേശുവിന്റെ നാമത്തിൽ ചെയ്ത കാര്യങ്ങൾ അവരവരുടെ സ്വന്തം വയറിന് വേണ്ടിയും അവരെ പോഷിപ്പിക്കാൻ വേണ്ടിയും ചെയ്തിട്ട് യേശുവിന്റെ നാമം പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിക്കുന്നു. യേശുക്രിസ്തു തന്റെ വരവിനെ കുറിച്ച് ഒന്നാമത് പറഞ്ഞ ഒരു കാര്യം അതാണ്, എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 24-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം വീണ്ടും പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധസ്തുതികളെക്കുറിച്ചും കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധസ്തുതികളെക്കുറിച്ചുള്ള കേൾവികൾ ഒത്തിരി, അത് ചെറുതല്ല, വളരെ വലുതാണ്. നാം എന്നും ഓരോന്നോരോന്നത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ചഞ്ചലിച്ചു പോകാറുണ്ട്. യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ചഞ്ചലിക്കരുത്. നാം കഴിഞ്ഞ ഒരു 3-4 വർഷം ബാക്കിലേക്ക് നോക്കിയാൽ ഉക്രൈൻ റഷ്യ വാർ അത് ഇതുവരെ സ്റ്റോപ്പ് ആയിട്ടില്ല, അത് സ്റ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. റീസെന്റ് നമ്മൾ കണ്ടു, ഉക്രൈൻ റഷ്യയിൽ തിരിച്ചടിക്കാൻ പോകുന്നു, ഇങ്ങനെ വാർത്തകൾ വരുന്നു. അത് ഒരു ലക്ഷണമായിട്ട് യേശുക്രിസ്തു പറഞ്ഞു. മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ കാര്യത്തിൽ ഒരു ലക്ഷണമായിട്ട് യേശുക്രിസ്തു പറയുന്നു. ഇങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് കാണാൻ പറ്റും, അമേരിക്ക ഇസ്രായേൽ ഇറാൻ വാർ.
നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ഇപ്പൊ തീരുമെന്ന് പറഞ്ഞു നിന്നിട്ട് അതും തീരുന്നില്ല, അതും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഒരു സൈഡിൽ അടുത്തുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അടുത്ത ഒരു സൈഡിൽ അല്പദൂരം മാറി അടുത്തുള്ള രണ്ട് രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു. യുദ്ധവും ഈ യുദ്ധത്തിന്റെ ശ്രുതികളും ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് യുദ്ധവും യുദ്ധത്തിന്റെ ശ്രുതികളും നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 24:7 പറയുന്നു, ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. ആമേൻ. നാം ഇപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാജ്യം രാജ്യത്തോടും ജാതിയോടും ഓരോ ദിവസവും എതിർത്തുകൊണ്ടിരിക്കുക. ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ ഇഷ്ടമല്ല, ഒരു രാജ്യത്തിന് ഒരു രാജ്യം വെൽത്തി ആവുന്ന ഇഷ്ടമല്ല. മനുഷ്യപുത്രന്റെ വരവിന്റെ ആരംഭ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. റീസെന്റ് നമുക്ക് കാണാം, രാജ്യത്തോട് എടുക്കുന്ന ഉത്തമ ഉദാഹരണം, 2 വാറ് സ്റ്റോപ്പ് ആകാതെ സ്റ്റിൽ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ വാർ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഉക്രൈൻ, റഷ്യ വാർ കഴിഞ്ഞ 2 വർഷം മേളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവിടെ ഇവിടെയായി ഭൂകമ്പങ്ങളുണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പത്രമാധ്യമങ്ങളിലൂടെ കാണാനിട വന്നു. നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, നിരവധി പേർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. ജാതിയോടും രാജ്യത്തോടും എതിർക്കുന്നതിന്റെയും ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകുന്നതിന്റെ ഉത്തമ ഉദാഹരണം യേശു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചു. അത് ഇന്ന് ഈ കാലഘട്ടത്തിന് വേണ്ടി യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് തന്റെ ശിഷ്യന്മാരോട് ഉദ്ബോധിപ്പിച്ച കാര്യമാണ് അന്ന് പറഞ്ഞത്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയാ. റീസെന്റ് ഒരു 2-3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ഇവിടെ അയർലൻഡിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, കഴിഞ്ഞ വർഷം ലെറ്റർക്കനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ഒരു പെൺകുട്ടി 40 വയസ്സുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് അയർലൻഡ് UK ബോർഡർ, അത് ഇവിടെ ചെക്കിംഗ് ഇല്ല, ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം. ആ ബോർഡർ പോയിന്റിൽ അവളുടെ കാറിൽ ബോംബുമായിട്ട് നോർത്തേൺ അയർലൻഡിലേക്ക് അവൾ അയർലൻഡിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നു. സ്വന്തം കാറിൽ ബോംബുമായിട്ട് നോർത്തേൺ അയർലൻഡിലേക്ക് കാറിൽ ട്രാവൽ ചെയ്യുന്നു. ഗാർഡ് ചെക്ക് ചെയ്തു, വഴിയിലിട്ട് പിടിച്ചു. അവളുടെ ഫാമിലി ആയിട്ടോ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഇവൾ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു. ഇവൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ISSന് വേണ്ടിയിട്ടായിരുന്നു. നോക്കണേ, കാലം പോകുന്ന ഒരു പോക്ക്. അതായത് ഒരു ക്രിസ്ത്യൻ കൺട്രിയിൽ ഒരു മുസ്ലിം ആധിപത്യം കടന്നു വന്നു എന്നുണ്ടെങ്കിൽ അന്ന് യേശുക്രിസ്തു പറഞ്ഞത് എത്ര സത്യമാണ്. രാജ്യം രാജ്യത്തോടും ജാതിയോടും എതിർക്കും. അതായത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കടന്നു വന്നിട്ട് ഒരു രാജ്യത്തോട് എതിർക്കണം, അതിനുവേണ്ടി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു പെൺകുട്ടിയെ അതിനകത്താക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സംഭവിക്കാനുള്ളത് 2000 വർഷം മുമ്പ് യേശുക്രിസ്തു എഴുതി വെച്ചു. അപ്രകാരം നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യപുത്രന്റെ വരവല്ല, ഈറ്റുനോവിന്റെ ആരംഭം അത്രേ ആയുള്ളൂ എന്ന് നാം ചിന്തിക്കണം. നാം ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഒരു പ്രസവം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു മാതാവാകാൻ പോകുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു വേദനയുടെ ആരംഭം മാത്രമാണ് കുറിച്ചിരിക്കുന്നത്. ഇതിലും വലുതിനി വരാൻ കിടക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് വലുതിനി വരാൻ കിടക്കുന്നു. 24-ാം അധ്യായം 14-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിച്ച് കഴിയുമ്പോൾ അവസാനം വരും. യേശുക്രിസ്തു വ്യക്തമായി പറയുന്നു, സുവിശേഷം എന്ന് ലോകത്തിന്റെ അറ്റം വരെ പ്രസംഗിക്കപ്പെടുന്നു, അത് ഏത് നാഴികയെന്നോ എപ്രകാരമെന്നോ നമ്മൾ ആരും അറിയുന്നില്ല. എന്നത് പ്രസംഗിക്കപ്പെട്ട് കഴിയുന്നോ അന്ന് മനുഷ്യപുത്രന്റെ വരവ് ആഗതമാകും. ഇവിടെ നാം എന്ത് ചിന്തിക്കും? പെന്തക്കോസുകാരായ നാം എല്ലാം ചിന്തിക്കും, ആമേൻ കർത്താവേ വേഗം വരണമേ, ഞാൻ റെഡി, ഇതാ ഞാൻ റെഡിയാണ്, ഞാൻ വരാൻ റെഡിയാണ്, നാം ഒക്കെ ചിന്തിക്കും. പക്ഷേ നമ്മൾ സ്തോത്രം പറയും, നമ്മൾ പറയും കർത്താവിനെതിരേക്കാൻ ഞാൻ മേഘങ്ങളിൽ ഇടിക്കപ്പെടും. എന്നാൽ ഭീതി പടർത്തുന്ന ഒന്ന് 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു അന്ന് എഴുതി വെച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വചനവുമായി നാം ബന്ധപ്പെട്ടു പോകുമ്പോൾ ഇതിനകത്ത് വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ചിന്തിച്ചു പോയി. കാരണം ഈ ഭാഗത്ത് നമ്മളെ ഭീതിപ്പെടുത്താനല്ല, നാം മടങ്ങി വരാൻ വേണ്ടി ദൈവം അന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ് ലേഖനങ്ങളിലായി എഴുതപ്പെട്ട് വെച്ചൊരു കാര്യമുണ്ട്. നമുക്കത് ഇപ്രകാരം വായിക്കാം. 24-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. ആമേൻ. 2 പേര് വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, ഒരുത്തനെ ഉപേക്ഷിക്കും. 2 പേര് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, ഒരുത്തിയെ ഉപേക്ഷിക്കും. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2:1, അതായത് ഹാഫ് ആണ്.
രണ്ടുപേരിൽ ഒരാളെ പോകത്തുള്ളൂ. ദൈവത്തിന്റെ നാമം അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ കാര്യത്തിൽ കർത്താവിന്റെ നാമത്തിൽ പലതും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ രണ്ടുപേരിരിക്കുന്നതിൽ ഒരാൾ എടുക്കപ്പെടും. ഒന്ന് ചിന്തിച്ചു നോക്കണേ ഇതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന്. ഈ അന്ത്യ കാലഘട്ടത്തിൽ നാം കടന്നു പോകുന്ന ഓരോ മേഖലയിലും ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. രണ്ടു പേരിൽ ഒരാൾ എടുക്കപ്പെടും, ഒരാൾ പിന്തള്ളപ്പെടും. അതൊരു പക്ഷേ ഒരു ഭാര്യയും ഭർത്താവും ആയിരിക്കാം. അവർ വയലിലിരിക്കുകയായിരിക്കും, അവർ വളരെ സ്നേഹമുള്ളവരായിരിക്കും, വളരെ സന്തോഷമുള്ളവരായിരിക്കും. അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ ദൈവവുമായിട്ട് എപ്രകാരമാണ് എന്നുള്ള ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ ദൈവം തൻ്റെ മടങ്ങി വരവിൽ ആരെ എടുക്കത്തുള്ളൂ? ആ രണ്ടുപേരെ എടുക്കത്തുള്ളൂ. ഞാൻ ഭാര്യയും ഭർത്താവുമാണ്, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് മാത്രമേ പോകാൻ പറ്റൂ, ഭാര്യയുടെ പാസ്പോർട്ടിൽ ഭാര്യയ്ക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ വരവിലും എൻ്റെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ എപ്രകാരമുള്ളതാണോ അപ്രകാരം മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരിൽ ഒരാൾ എടുക്കപ്പെടും, ഒരാൾ ഉപേക്ഷിക്കും. അങ്ങനെയാണ് ഈ വിശ്വാസം പറയുന്നത്. നാം ചിന്തിച്ചു നോക്കിയാൽ രണ്ടിലൊന്ന് മാത്രമേ എടുക്കപ്പെടുള്ളൂ. അറിവുണ്ടെങ്കിലും വിശുദ്ധിയിൽ നാം നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ വരവിൽ നാം തള്ളപ്പെടും. ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അറിവുണ്ടാകാം, വചനത്തിൽ ഗ്രാഹ്യമുണ്ടാകാം, ദൈവത്തിന്റെ നാമത്തിൽ നാം വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും, ഏത് പ്രവൃത്തി ചെയ്താലും, ഏതൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ ചെയ്തു കൊടുത്താലും വിശുദ്ധിയിൽ നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യപുത്രന്റെ വരവിൽ നാം പിന്തള്ളപ്പെട്ടു പോയിരിക്കും. 24 42 43 44 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇപ്രകാരം പറയും: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. മനുഷ്യപുത്രൻ വരുന്ന നാള് ഏതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഏത് നാളിൽ ഏത് സമയത്ത് വരുന്നു എന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും കുടുംബമായിട്ട് താമസിക്കുന്നു, എല്ലാം ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അടുക്കി പെറുക്കും, വീട് വൃത്തിയാക്കും, തൂത്തുവാരും, തുടയ്ക്കും, വീട്ടിലെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു കളയും, സെറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കും, കട്ടിൽ കുടഞ്ഞു വിരിക്കും, ഷീറ്റ് മാറും, നമ്മൾ കുറെ ഒരുങ്ങും. അവരെ റിസീവ് ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയിരിക്കും. അതായത് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെ നമ്മുടെ വീട്ടിലേക്ക് ആ വ്യക്തി കടന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നും അഴുക്കില്ല, എല്ലാം വൃത്തിയാണ്, അത് നമ്മൾ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ആ ആൾ എന്ത് വിചാരിക്കും? ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു മേഖല ഏതാ? അതേ മേഖലയിൽ നാം ഈ ഒരു കാര്യവും ചിന്തിക്കണം. യേശുക്രിസ്തുവിന്റെ വരവ് ഏത് നിമിഷമെന്ന് നാം അറിയുന്നില്ല. ഏത് നിമിഷമെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഇപ്പം നമ്മൾ ഇന്ന് അറിയുക നാളെ രാവിലെ കർത്താവ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് രാത്രി ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും ഏറ്റു പറയും. ആരോടെങ്കിലും ഒക്കെ നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ നമ്മൾ പോയി നിരപ്പ് പ്രാപിക്കും. എന്തുവാ? കർത്താവ് വരും നാളെ രാവിലെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ കർത്താവിൻ്റെ കൂടെ പോകണം. ഇതറിയാതിരിക്കുന്നിടത്തോളം കാലം നാം എന്ത് ചെയ്യും? ഇന്ന് പോട്ടെ, നാളത്തേന് നമുക്ക് വെക്കാം. നാളെ നമ്മൾ വിചാരിക്കാവോ ഇന്ന് ഞാൻ രാവിലെ എല്ലാം ചെയ്യും, കുഴപ്പമില്ല, ഞാനത് മാറ്റി വെക്കാം, ഇനിയും സമയമുണ്ടല്ലോ. എന്നാൽ മനുഷ്യപുത്രം വരുന്ന ഏത് നാഴികയിലെന്നോ എപ്പോഴെന്നോ ആരും അറിയുന്നില്ല. 24 36 ഇപ്രകാരം വായിക്കുന്നു: ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആമേൻ. യേശുക്രിസ്തു പറയുന്നുണ്ട്, ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ, അതായത് എന്ന് വരും, മനുഷ്യപുത്രൻ ഏത് നാഴികയിൽ വരും, എപ്പോൾ വരും, വാനമേഘങ്ങളിൽ ഏത് സമയത്ത് വരുമെന്ന് യേശുക്രിസ്തുവിന് പോലും അറിയില്ല. പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പിതാവ് ഏത് സമയം പുത്രനോട് പറയുന്നോ, ദിസ് ഈസ് ദ ടൈം എന്ന് പറയുന്നോ, ആ ടൈമിൽ പുത്രൻ ആകാശമേഘങ്ങളിൽ വരും. ആമേൻ. അത് ദൂതന്മാർ അറിയുന്നില്ല, യേശുക്രിസ്തു പോലും അറിയുന്നില്ല, പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് നാം ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? നാം ഒരുങ്ങിയിരിക്കണം. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അതിനകത്ത് 25-ാം അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 1 മുതൽ ഏതാണ്ട് നമ്മളൊരു 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 10 കന്യകമാരുടെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വായിക്കാൻ സാധിക്കും. ഈ 10 കന്യകമാരുടെ ആ ഒരു വിഷയം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിച്ചാൽ അതിനകത്ത് ഇപ്രകാരം നമുക്ക് വായിക്കാൻ പറ്റും: സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. പ്രിയരെ, നമ്മൾ ചിന്തിക്കണം, അവിടെയും
10 പേരിൽ പകുതിയുള്ള, അതായത് രണ്ടിലൊന്ന് രണ്ടിലൊന്ന് എന്നുള്ള കണക്കാണ് യേശുക്രിസ്തു പറഞ്ഞു വെക്കുന്നത്. നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. വയലിൽ 2 പേരിരിക്കും, ഒരാൾ എടുക്കപ്പെടും. തിരികല്ലിൽ 2 പേര് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും. ഇവിടെയും നാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. 10 കന്യകമാരുടെ കഥ പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ കഥയിൽ ഒരു ഉപമ പറഞ്ഞിട്ട് യേശുക്രിസ്തു ആ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. 10 പേരിൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമുണ്ട്. അത് എന്തുമാകട്ടെ, അതിനകത്ത് യേശുക്രിസ്തു പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. നാം ചിന്തിക്കണം. അതായത് 10 പേരിൽ 10 പേരും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നവരായിരുന്നു. അവർ ക്ഷണിക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് വിവാഹം നടക്കും, അല്ലെങ്കിൽ അത് ആ ഒരു വിവാഹത്തിന് വേണ്ടി മണവാളൻ വരുമ്പോൾ മണവാളനൊപ്പം പോകണം എന്ന് അറിയുന്ന വ്യക്തിജീവിതങ്ങളായിരുന്നു ആര്? ഈ 10 കന്യകമാരും. ഈ അറിയുന്ന 10 കന്യകമാരും അവർ മണവാളനെ എതിരേൽപ്പാൻ വേണ്ടി എന്ത് ചെയ്തു? അവർ ഡ്രസ്സ് ചെയ്തു, അവർ വിളക്കെടുത്തു, അവർ റെഡിയായി മണവാളനെ എതിരേൽക്കാനിരുന്നു. അങ്ങനെയാണ് വചനം വായിക്കുന്നത്. ഒരു മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ മണവാളൻ വരുവാൻ സമയം താമസിച്ചത് കൊണ്ട് എന്താ? അവരൊന്ന് ഉറങ്ങി. മണവാളൻ വരാൻ അവർ താമസിച്ചു. മണവാളൻ വരാൻ താമസിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവരൊന്ന് പയ്യെ ഒന്ന് ഉറങ്ങി. അവരുറങ്ങിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ പയ്യെ ഒന്ന് ഉറങ്ങി മാറി നിൽക്കുന്നു. അവരുറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മണവാളൻ വന്നു. മണവാളൻ വന്നിട്ട് മണവാളൻ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. മണവാളൻ വിളിച്ചിട്ട് മണവാളൻ വിളിക്കുന്നു. നമുക്കവിടെ വായിക്കാൻ സാധിക്കും. അപ്പോൾ അർദ്ധരാത്രിയിൽ 6-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പൂളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ആമേൻ. മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി ഉണ്ടായപ്പോൾ കന്യകമാരെല്ലാം എഴുന്നേറ്റു. കന്യകമാരെല്ലാം എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? അവർ വിളക്ക് തെളിയിച്ചു. ഈ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഈ 10 കന്യകമാരിൽ 5 പേരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള എണ്ണ വിളക്കിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവർ കുറച്ച് എണ്ണ അധികം കരുതി വെച്ചിരുന്നു. കാരണം അവരുടെ കയ്യിൽ എണ്ണ തീർന്നു പോയാൽ ഉപയോഗിക്കാൻ അവർ കുറച്ച് എണ്ണ കരുതി വെച്ചിരുന്നു. എന്നാൽ അടുത്ത 5 പേർ അവരുടെ കയ്യിലുള്ള എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരുടെ വിളക്കിലെ എണ്ണ തീർന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? ബുദ്ധിയുള്ള കരുതി വെച്ചിരുന്ന കന്യകമാരോട് അവർ ചോദിച്ചു, ഞങ്ങൾക്കും കൂടെ കുറച്ച് എണ്ണ തരാമോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ഒക്കെ ചിന്തിക്കണം. നമ്മുടെയൊക്കെ കയ്യിൽ എണ്ണ ഉണ്ടാവും. നമ്മളോട് ചോദിക്കുക, ഒരാൾ വന്ന് ചോദിക്കുക, നമ്മളും എന്ത് ചെയ്യും? വായ്പ കൊടുക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മളും അത് കൊടുക്കും. എന്നാൽ ആ ബുദ്ധിയുള്ള കന്യകമാർ എന്ത് പറഞ്ഞു? സോറി, ഞങ്ങളുടെ കയ്യിൽ ഇല്ല, ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രമുള്ള എണ്ണയേ ഉള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരത് കൊടുത്തില്ല. അവരത് കൊടുക്കായിക കൊണ്ട് മറ്റവരോട് പറഞ്ഞു, നിങ്ങൾ എണ്ണ വിൽക്കുന്നവരുണ്ട്, അവരുടെ അടുത്ത് പോയി വാങ്ങിച്ചു കൊള്ളുവാൻ പറഞ്ഞു. എണ്ണ വിൽക്കുന്നവരടുത്ത് വാങ്ങിച്ചു കൊള്ളുവാൻ പറഞ്ഞിട്ട് അവര് എണ്ണ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? മണവാളൻ വന്നു. ആമേൻ. നാം ഇപ്രകാരം വായിക്കുന്നു, ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. കയ്യിൽ എണ്ണയുണ്ടായിരുന്ന യുവതികൾ അവരുടെ വിളക്കിൽ അവരുടെ കയ്യിൽ കരുതി വെച്ചിരുന്ന എണ്ണ കൂടെ പകർന്ന് അവർ വിളക്ക് തെളിച്ച് മണവാളന്റെ കൂടെ അവർ യാത്രയായി. എന്നാൽ ഒരുങ്ങിയിരിക്കാതിരുന്ന ബുദ്ധിഹീനരായ കന്യകമാർ എണ്ണ വിൽക്കുന്നിടത്ത് പോയി വാങ്ങി തിരികെ വന്ന് മണവാളന്റെ കൂടെ ഒപ്പം ചെല്ലാൻ ചെന്നപ്പോൾ മണവാളൻ പോയി കഴിഞ്ഞു. മണവാളന്റെ പുറകെ ഒരു പക്ഷേ ഓടിച്ചെന്നിട്ടുണ്ടാവും. അവരൊരു പക്ഷേ ഓടിച്ചെന്ന് വാതിലിൽ ചെന്ന് മുട്ടുക. മറ്റവ കന്യകമാര് പോയി കല്യാണ സദ്യശാലയിൽ അവർ പോയി, അവർ മണവാളന്റെ കൂടെ ഒപ്പം ഇരുന്നു. അവര് എന്ന് എന്ത് ചെയ്തു? കതകിൽ കൊട്ടി. കാരണം കഥ കടച്ചു, അവർക്ക് കയറാൻ വേറെ മാർഗമില്ല. അവര് കതകിൽ കൊട്ടി. അവര് കതകിൽ കൊട്ടിയിട്ട് പറയുന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്കും വേണ്ടി തുറക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് സത്യമായിട്ടും പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആമേൻ. ഒരുങ്ങിയിരിക്കായിക വന്നാൽ 2-1, ദൈവം പറയുന്ന കണക്കതാണ്. 2-1. 2 പേരിൽ ഒരാള് വയലിൽ നഷ്ടപ്പെട്ടു, 2 പേരിൽ ഒരാൾ തിരികല്ലിൽ നഷ്ടപ്പെട്ടു, 10 പേരിൽ 5 പേർ മണവാളന്റെ സദ്യക്കൊരുങ്ങുമ്പോൾ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. നാം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സന്തോഷം, സമാധാനം, നാം ഇതൊക്കെ പറഞ്ഞാലും നാം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ
സാധിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യപുത്രന്റെ വരവിന്റെ നാളിൽ നാം എടുക്കപ്പെടുമോ? നാം ക്രിസ്തുവിലാണ് എന്ന് പറയുന്ന നമ്മളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടോ? നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു, വിശുദ്ധിയോടെ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. മനുഷ്യപുത്രന്റെ വരവിന്റെ നാളിൽ നിന്നിൽ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമായി നീ ജീവിക്കുന്നുണ്ടോ? നോക്കൂ ഇതിന്റെ ഭീകരത. വിളിക്കപ്പെട്ട് ഒരുങ്ങിയിരുന്ന 10 പേരിൽ 5 പേർ കല്യാണശാലയിൽ, ബാക്കി 5 പേര് പിന്തള്ളപ്പെട്ടു. അവർക്ക് കരയാനല്ലാതെ വേറെ എന്തിനെങ്കിലും മാർഗമുണ്ടോ? നാം ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞാൽ തിരികെ ലഭിക്കത്തില്ലാത്ത ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നാം അതിനുവേണ്ടി കരഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരുങ്ങിയിരിക്കേണ്ട സാഹചര്യത്തിൽ നാം ഒരുങ്ങിയിരിക്കാതിരുന്നിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ തയ്യാറാകാതെ വീണ്ടും അത് നമ്മൾ ഉപേക്ഷയായി മാറ്റി ഒരു മൂലയിൽ വെച്ചാൽ മനുഷ്യപുത്രന്റെ വരവിൻ നാളിൽ നാമും കൈവിടപ്പെട്ടു പോകും. അത് തീർച്ച. ഈ ഉപമയിൽ 24, 25 അധ്യായങ്ങളിൽ യേശുക്രിസ്തു സ്പഷ്ടമായും നമ്മളോട് സംസാരിക്കുന്നു. 2-1. ആ കണക്ക് നാം എപ്പോഴും ഓർക്കണം. 2-1 മാത്രമേ എടുക്കപ്പെടൂ. 2-2 എടുക്കപ്പെടുമെന്ന് വചനത്തിൽ പറയുന്നില്ല. 2 പേരിൽ ഒരാൾ, നാം എപ്പോഴും ചിന്തിക്കണം, എപ്പോഴും നാം നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 2 പേര് വയലിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു, ഒരാളെ എടുക്കപ്പെട്ടുള്ളൂ. തിരികല്ലിൽ നിന്ന് 2 പേരിൽ ഒരാളെ എടുക്കപ്പെട്ടുള്ളൂ. 10 കന്യകമാരിൽ 5 പേരെ മണവറയിൽ കയറിയുള്ളൂ. 5 പേര് നഷ്ടപ്പെട്ടു പോയി. 2-1 കണക്ക്. നാം ചിന്തിക്കണം, നാമും അപ്രകാരമാകാതിരിപ്പാൻ, നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാകാതിരിപ്പാൻ ഈ കാലഘട്ടത്തിൽ നാം വളരെയധികം ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാലം വിദൂരമല്ല. നാം അത് ചിന്തിച്ച് അതിലേക്ക് നമ്മൾ ഒരുങ്ങിയിരിക്കണം. പ്രിയദൈവങ്ങളെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മെ തന്നെ ഒന്ന് പഠിച്ചാൽ എവിടെയൊക്കെയോ നാം തെറ്റിപ്പോയി ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ നാമുമായി തീർന്നു. നാം പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി. വിശുദ്ധിയിൽ പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്തു. നാം വേർപാടിൽ പലതും കോംപ്രമൈസ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ തന്നതിൽ പലതും നമ്മൾ നഷ്ടപ്പെടുത്തി. ആമേൻ. നമുക്ക് ഒരു വേദഭാഗം കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഒന്നുണ്ടിരിക്കട്ടെ. 1 ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. യേശുക്രിസ്തു പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതും ഒരു ഉപമയാണ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഈ ദ്രഹ്മയുടെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പണ്ട് എപ്പോഴും വായിച്ച ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് ഒരു കല്യാണം നിശ്ചയിച്ച സ്ത്രീക്ക് അവളുടെ മണവാളൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ 10 ദ്രഹ്മ. ഈ 10 ദ്രഹ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, കല്യാണ ദിവസം മണവാളൻ ഞാൻ തന്ന ഗിഫ്റ്റ് എന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് അവളുടെ ജീവിതത്തിൽ കുറച്ചില്ല. അതൊരു പക്ഷേ ആ കല്യാണം നടക്കാനും നടക്കാതിരിക്കാനുമുള്ള സാധ്യത അവിടെ ഉണ്ടാവും. അപ്പൊ നാം എന്ത് ചിന്തിക്കണം? ആ 10 ദ്രഹ്മ കൊടുത്ത സ്ത്രീയുടെ കയ്യിൽ നിന്ന് 10-1 നഷ്ടപ്പെട്ടു പോയാൽ, അതായത് മണവാളനെ കാണിക്കാനുള്ളതും മണവാളൻ കൊടുത്തതുമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തൻ്റെ ജീവിതത്തിലുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ, എൻ്റെ കയ്യിൽ 9 ഉണ്ടല്ലോ, 1 പോയുള്ളൂ, അത് വെച്ച് ആ സ്ത്രീ ഇരിക്കത്തില്ല. നഷ്ടപ്പെട്ടു പോയ സ്ത്രീയെ അവൾ എന്ത് ചെയ്യും? അതിന് അത്ര മൂല്യമുണ്ട്. മണവാളൻ കൊടുത്ത ഗിഫ്റ്റ് തൻ്റെ ആ ഒരു മണവാട്ടിയായി താൻ ചെല്ലുന്ന സമയത്ത് അതെൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ് താൻ കാണിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ആ സ്ത്രീ 10-1 നഷ്ടപ്പെട്ടു പോയി. അവൾ എന്തു ചെയ്യും? അവൾ വിളക്ക് കത്തിച്ച് അവൾ അടിച്ചു വാരി വൃത്തിയാക്കി അവളത് കണ്ടുപിടിക്കും. അവളത് കണ്ടുപിടിക്കാതിരിക്കില്ല. അവളത് കണ്ടുപിടിച്ചിട്ട് അവൾ എന്തു ചെയ്യും? അവൾ തൻ്റെ അയൽക്കാരത്തികളെ വിളിച്ചു വരുത്തിയിട്ട് പറയും, എൻ്റെ 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടു പോയിരുന്നു, അതെനിക്ക് കണ്ടുകിട്ടി, എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. ആമേൻ. നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. നഷ്ടപ്പെട്ടു പോയ 1 കണ്ടുപിടിക്കാൻ, 9 എൻ്റെ കയ്യിലുണ്ട് എന്നോർത്ത് ആ സ്ത്രീ ഇരുന്നില്ല. അവൾ വിളക്ക് കത്തിച്ചു വെച്ച് അടിച്ചു വാരി അവൾ നഷ്ടപ്പെട്ടത് എവിടെ കണ്ടുപിടിച്ചു. അത് പിടിച്ച് താൻ സന്തോഷിച്ച് താൻ അതിൽ തൻ്റെ അയൽക്കാരത്തികളെ കൂടെ വിളിച്ച് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കും. അപ്രകാരം തന്നെ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടെന്നാണ് യേശുക്രിസ്തു പറയുന്നത്.
ആമേൻ. നാമും ഈ ഒരു യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുമായിട്ട് ചിന്തപ്പെട്ട് നമ്മളെല്ലാം വിശുദ്ധരാണെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ചെറിയ പാപങ്ങളാണെങ്കിൽ കൂടെ നാം അത് ഏറ്റു പറയാതിരുന്നാൽ, നോക്ക് ആ സ്ത്രീയെ നോക്കി നാം ആ ഉപമയിൽ ചിന്തിച്ചാൽ 10 ദ്രഹ്മയിൽ ഒന്നേ നഷ്ടപ്പെട്ടു പോയുള്ളൂ, 9 കയ്യിലുണ്ട്. നാമും ഇപ്രകാരം ചിന്തിക്കുന്നത്, ആ ഒരു ചെറിയ കോംപ്രമൈസ് അല്ലേ, അത് കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ചെറിയ കോംപ്രമൈസ് അങ്ങ് കോംപ്രമൈസ് ചെയ്ത് വെക്കാം. എന്നാൽ കോംപ്രമൈസിന് ദൈവസന്നിധിയിൽ സ്ഥാനമില്ല. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ് വചനം പറയുന്നത്. ആമേൻ. നാം ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ ദൈവം നമുക്ക് കരുണ നൽകി തരും. ആ കരുണയിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നടന്നു പോകുവാൻ സാധിക്കും. കർത്താവിന്റെ സന്നിധിയിൽ നാം ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവസന്നിധിയിൽ നാം എടുത്ത് നാം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നാം ഉപേക്ഷയായി വിചാരിക്കാതെ നമ്മൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമുക്ക് കരുണ തരികയും നമുക്ക് മടങ്ങി വരികയും ചെയ്യാം. കർത്താവിന്റെ വരവിൽ പിന്തള്ളപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ നാം വിശുദ്ധിയിൽ എവിടെ കോംപ്രമൈസ് ചെയ്യാൻ ഒരുങ്ങിയോ ആ കോംപ്രമൈസിന്റെ മേഖല നമ്മൾ മാറ്റിവെക്കണം. അത് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്കും വേർപാടിനും സ്ഥാനമുണ്ടെന്നും നാം ആയിരിക്കുന്ന വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പനുമായ ഒരു അഭേദ്യമായ ബന്ധത്തിൽ നാം പിന്തുടർന്ന് ആ ബന്ധത്തിൽ നാം ദൈവസന്നിധിയിൽ ഉപേക്ഷയായി വിചാരിക്കാതെ, ദൈവസന്നിധിയെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. കാരണം പുത്രനിലൂടെ അല്ലാതെ ആരും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്നാണ് വചനം പറയുന്നത്. ആമേൻ. പുത്രനിലൂടെ അല്ലാതെ ആരും ദൈവസന്നിധിയിൽ എത്തുന്നില്ല, അങ്ങനെ തന്നെയാണ് വചനം പറയുന്നത്. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. ആമേൻ. പുത്രനിലൂടെ, അതായത് നാം ദൈവത്തിലൂടെ പിതാവിനോട് അപേക്ഷിക്കണം. ഒപ്പം തന്നെ നാം എന്ത് ചെയ്യണം? നാം നമ്മുടെ സന്നിധിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നമ്മൾ ചിന്തിച്ചാൽ നമ്മളെല്ലാം വിശുദ്ധരാണ്, ഒന്നും നമ്മുടെ ജീവിതത്തിൽ കുറവുകളില്ല. നാം പരസ്പര സ്നേഹമുള്ളവരാണോ? നാം ചിന്തിക്കുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരാണെന്ന് പറയും, എന്നാൽ നമ്മൾ സ്നേഹമുള്ളവരല്ല. നമ്മൾ സന്തോഷം പങ്കുവെക്കുന്നവരാണോ? 10 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയൊരു സ്ത്രീയെ അവളുടെ ആ ഒരു ദ്രഹ്മ കണ്ടു കിട്ടിയപ്പോൾ അവൾ തന്റെ അയൽക്കാരത്തികളെ വിളിച്ച് തന്റെ സന്തോഷം പങ്കുവെച്ചു. നാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പങ്കുവെക്കുന്നവരാണോ? നാം ഒരിക്കലും സന്തോഷം പങ്കുവെക്കുന്നവരല്ല. നാം പലപ്പോഴും നമ്മുടെ സന്തോഷം ഹൈഡ് ചെയ്ത് വെക്കും. അങ്ങനല്ല. ദൈവവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളത് നാം നാം കണ്ടു കിട്ടുമ്പോൾ നാം എപ്രകാരമായി തീരുമോ അത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയാ. നാം ആ സന്തോഷം പങ്കുവെക്കുന്നവരും സ്നേഹം പങ്കുവെക്കുന്നവരും സമാധാനം പങ്കുവെക്കുന്നവരും ആകണം. ആമേൻ. അതുപോലെ തന്നെ നാം ചിന്തിക്കണം, അവൾ കാണാതെ പോയതിനെ കണ്ടു കിട്ടും വരെ തപ്പി കണ്ടു കിട്ടി സന്തോഷിച്ചു. അങ്ങനെ തന്നെ കർത്താവും പറയുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാവും. പ്രിയരെ, നാം പാപമില്ലാത്തവരാണ്, ബുദ്ധിയുള്ളവരാണ് എന്നൊന്നും കരുതണ്ട. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ആമേൻ. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു. അതായത് വാതിൽ തുറന്ന് നാം കാലെടുത്ത് വെക്കുന്ന പാപത്തിലേക്കാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും വാതിൽ തുറന്ന് കാലെടുത്ത് വെക്കുന്നത് പാപത്തിലേക്കാണെന്നുള്ള ചിന്ത വേണം. ഇത് പറയുന്നത് ഉൽപ്പത്തിയില. നാം എവിടെ ചിന്തിച്ചു? മത്തായിയിൽ ചിന്തിച്ചു. മത്തായിക്കും എത്രയോ വർഷങ്ങൾ മുമ്പേ എഴുതിയതാണ് ഉൽപ്പത്തിയിൽ. ഉൽപ്പത്തിയിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടു, പാപം നിന്റെ വീടിന്റെ വാതിൽക്കൽ കിടക്കുന്നു. ആമേൻ. നാം പോകുന്ന സാഹചര്യങ്ങളിൽ, നാം വരുന്ന സാഹചര്യങ്ങളിൽ പാപത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ചെറിയ പാപം പോലും കർത്താവിന്റെ വരവിൽ നമ്മളെ വീണ്ടെടുപ്പിനെ നമ്മളിൽ നിന്ന് നഷ്ടമാക്കി കളയും. നമ്മൾ മാനസാന്തരപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? ആ സ്ത്രീയെ തന്റെ ദ്രഹ്മ കണ്ടുപിടിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിലെ കുറവ് എവിടെയാണോ കുറവ് കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് മനുഷ്യപുത്രന്റെ വരവിൽ നാമും ദൈവത്തോട് കൂടെ പോകാൻ റെഡിയാവണം. ദൈവമക്കളെ, 10 കന്യകമാരിൽ 5 പേര് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ 5 പേരുടെ കൂടെയല്ല നാം എന്ത് ചെയ്യണം? നാം ആ വീണ്ടെടുക്കപ്പെട്ട 5 പേരുടെ കൂട്ടത്തിൽ ആയിത്തീരാൻ നാമും ഈ കാലഘട്ടത്തിൽ ശ്രമിക്കണം. ആമേൻ. ദൈവവചനം അങ്ങനെ തന്നെ പറയുന്നു, നമ്മൾ നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ ആയി പോകാനായിട്ട് ഒരു നാളും ഇടവരരുത്. ലോകം എപ്പോഴും ഏറ്റുപാടുന്ന ഒരു ഗാനമുണ്ട്, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഈ ഗാനം പിറന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഞാൻ ഇപ്രകാരം കഴിഞ്ഞ ദിവസം വായിക്കാനിട വന്നു. ജെയിംസ് മിൽട്ടൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി 1893 തന്റെ കൈകളാൽ എഴുതപ്പെട്ട ഒരു ഗാനമാണിത്. അതായത് അദ്ദേഹം ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. തന്റെ ക്ലാസ്സിലെ ബസ്സി എന്ന് പറയുന്നൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു തന്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ. അപ്പൊ താന് ആ ഹാജര് തന്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഹാജര് വിളിക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും പേര് വിളിക്കുമ്പോൾ അവരെല്ലാവരും ഓരോ വാക്യങ്ങൾ കൊണ്ടാണ് ഈ ഈ പേര് വിളിക്കുന്ന സൺഡേ സ്കൂളിന്റെ അധ്യാപകനെ എതിരേറ്റുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം ഇദ്ദേഹം വന്ന് ഈ ബസ്സിയുടെ പേര് വിളിക്കുമ്പോൾ ആ ക്ലാസ് ഫുള്ള് സൈലന്റ് ആയി. കാരണം ബസ്സി അന്ന് ക്ലാസ്സിൽ ഇല്ല.
അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി. അദ്ദേഹം ഈ ബസ്സിയുടെ വീട് തിരക്കി വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് ബസ്സി ന്യൂമോണിയ ബാധിച്ച് ട്രീറ്റ്മെന്റിലാണ്. ഈ ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന ന്യൂമോണിയ ബാധിച്ച് ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന ബസ്സിയുടെ ഭവനത്തിൽ ചെന്ന് തനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. താൻ അത് കഴിഞ്ഞിട്ട് താൻ പേര് വിളിച്ചപ്പോൾ ആ കുട്ടി ഇല്ലായിരുന്നല്ലോ എന്നോർത്ത് തനിക്ക് വളരെ ബുദ്ധിമുട്ടും ഭാരവും ഒക്കെ ഉണ്ടായി. താൻ ആ ഭാരത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും പോയി. അന്ന് രാത്രി തൻ്റെ നാവിന്റെ തുമ്പിൽ ദൈവം കൊടുത്തൊരു പാട്ടായിരുന്നു അത്. വെൻ ദ ട്രംപറ്റ് കോൾ അപ്പോൺസ് യോണ്ടർ. ആ ഒരു ഗാനം തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് പകർന്നു കൊടുത്തു. താൻ തൻ്റെ പിയാനോയിലൂടെ അതിന്റെ വാക്യങ്ങൾ കുറിച്ചു വെച്ചു, താൻ അത് എഴുതി വെച്ചു, അതിന് ഈണം പകർന്നു. എന്നാൽ അധികം താമസിക്കാതെ ആ പെൺകുഞ്ഞ് ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ആദ്യമായി താൻ പാടിയ പാട്ടായിരുന്നു അത്. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ആമേൻ. പാട്ട് അപ്രകാരം പറയുന്നു. അതുപോലെ തന്നെ ആ പൊൻപുലരിൽ ന്യായാസനത്തിന് മുമ്പാകെ ജീവന്റെ പുസ്തകത്തിൽ അത് തുറന്നിട്ട് കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിൽ, വിശുദ്ധന്മാരുടെ മധ്യത്തിൽ, പിതാവിന്റെ മധ്യത്തിൽ വെച്ച് ആ റോള് തുറന്നിട്ട് പേര് വിളിക്കുന്ന നേരത്ത് എന്റെയും പേര് കാണും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഈ നാളുകളിൽ നമുക്ക് ആയിത്തീരാം. കാരണം നാം മനുഷ്യപുത്രന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ റോള് തുറന്ന് പേര് വിളിക്കുന്ന നേരത്ത് ഞാനും ദൈവസന്നിധിയിൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഈ നാളുകളിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് അതിനേവരെയും നമ്മളെ സഹായിക്കട്ടെ. ആ പാട്ട് ഇപ്രകാരം പാടുന്നു. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ പാപമില്ലാത്തവരായി വിശുദ്ധിയിൽ തികഞ്ഞവരായി കർത്താവ് നമ്മൾ എന്താഗ്രഹിക്കുന്നു അപ്രകാരം പിന്തള്ളപ്പെട്ടു പോകാതെ 2 പേരിൽ എടുക്കപ്പെടുന്ന ഒരാളായി ഈ അവസാന കാലഘട്ടത്തിൽ നമുക്ക് തീരാം എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനങ്ങളെ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കട്ടെ. വിശുദ്ധിയിൽ തികഞ്ഞവരായി വളർന്നു വരുവാൻ കർത്താവ് നമ്മളെ വളർത്തട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും വേണം. അപ്പനുമായ ഓരോ നിമിഷവും നാം പാപത്തിന്റെ ലോകത്തിൽ കടന്നു പോകുന്നവരാണ്. പോകുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടാകാം. ദൈവത്തോടെ ഓരോ നിമിഷവും ഏറ്റുപറഞ്ഞത് ഉപേക്ഷിച്ച് കരുണ യാചിച്ചാൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും. ആ കരുണയിലൂടെ പുത്രനിലൂടെ നമുക്ക് ദൈവരാജ്യത്തിലെത്താം. കർത്താവ് നമ്മളെ ഏവരെ സഹായിക്കട്ടെ. ഇപ്രകാരം സമയം അനുഭവിച്ചു തന്ന യഹോവാനിസ് ഗ്രൂപ്പിനോട് മിനിച്ചേച്ചുകൊണ്ട് ക്ഷണിച്ചോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഞാൻ താണിരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.